ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് SCERT 10ാം ക്ലാസ് ജോഗ്രഫിയിലെ 1ാം അധ്യായമായ ഋതുഭേദങ്ങളും സമയവും എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള PSC മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റുകളോ പറയാനുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ആൻസർ ഭ്രമണം അഥവാ റൊട്ടേഷൻ. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് വിളിക്കുന്നത്. 2. ഭൂമി സൂര്യനെ വലം വെക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? പരിക്രമണം അഥവാ റിവല്യൂഷൻ. ഭൂമി സൂര്യനെ വലം വെക്കുന്നതിന് പരിക്രമണം എന്ന് വിളിക്കുന്നു. 3. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ലംബതലത്തിൽ നിന്ന് എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി അഥവാ 23.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ലംബതലത്തിൽ നിന്ന് 23.5 ഡിഗ്രിയാണ് ചെരിവ്. 4. ഭൂമിയുടെ അച്ചുതണ്ട് പരിക്രമണ തലവുമായി അഥവാ ഓർബിറ്റൽ പ്ലെയിനുമായി എത്ര ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു? ആൻസർ 66.5 ഡിഗ്രി അഥവാ 66 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ട് പരിക്രമണ തലവുമായി എത്ര ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു? 66.5 ഡിഗ്രി അഥവാ 66 ഡിഗ്രി. 5. പരിക്രമണ വേളയിൽ അച്ചുതണ്ടിൻ്റെ ചെരിവ് ഒരേ ദിശയിൽ തന്നെ നിലനിർത്തുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? അച്ചുതണ്ടിൻ്റെ സമാന്തരത. പരിക്രമണ വേളയിൽ അച്ചുതണ്ടിൻ്റെ ചെരിവ് ഒരേ ദിശയിൽ തന്നെ നിലനിർത്തുന്നതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് വിളിക്കുന്നു. 6. ഭൂമി ഒരു പ്രാവശ്യം സൂര്യന് വലം വെക്കാൻ എടുക്കുന്ന സമയം എത്ര? 365.25 ദിവസം. ഭൂമി ഒരു പ്രാവശ്യം സൂര്യന് വലം വെക്കാൻ എടുക്കുന്ന സമയമാണ് 365.25 ദിവസം അഥവാ 365 കാൽ ദിവസം. 7. ഭൂമിയുടെ ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഭൂമിയുടെ ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. 8. ഭൂമിയുടെ ഭ്രമണ വേഗത ഏറ്റവും കുറവ് എവിടെയാണ്? ധ്രുവങ്ങളിൽ അഥവാ പോൾസ്. ഭൂമിയുടെ ഭ്രമണ വേഗത ഏറ്റവും കുറവ് ധ്രുവങ്ങളിലാണ്. 9. ഭൂമി സൂര്യനെ ചുറ്റുന്ന നിശ്ചിത പാതയുടെ പേരെന്ത്? ഭ്രമണപഥം. ഭൂമി സൂര്യനെ ചുറ്റുന്ന നിശ്ചിത പാതയുടെ പേരാണ് ഭ്രമണപഥം. 10. ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? ദീർഘവൃത്താകൃതി. ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? ദീർഘവൃത്താകൃതി. 11. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ത്? ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചെരിവും. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ്. 12. സൂര്യൻ്റെ ആപേക്ഷികമായ സ്ഥാനചലനത്തെ എന്തെന്ന് വിളിക്കുന്നു? സൂര്യൻ്റെ അയനം. അപ്പാർട്ട് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. സൂര്യൻ്റെ ആപേക്ഷികമായ സ്ഥാനചലനത്തെ സൂര്യൻ്റെ അയനം അഥവാ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് വിളിക്കുന്നു. 13. സൂര്യപ്രകാശം ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ പതിക്കുന്ന ദിവസങ്ങളെ വിളിക്കുന്നത് വിഷുവങ്ങൾ. സൂര്യപ്രകാശം ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ പതിക്കുന്ന ദിവസങ്ങളെ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. 14. വസന്ത വിഷുവം എന്നറിയപ്പെടുന്ന ദിവസം എന്ന്? മാർച്ച് 21. വസന്ത വിഷുവം എന്നറിയപ്പെടുന്ന ദിവസം മാർച്ച് 21 ആണ്. 15. ശരത് വിഷുവം എന്നറിയപ്പെടുന്ന ദിവസം എന്ന്? സെപ്റ്റംബർ 23. ശരത് വിഷുവം എന്നറിയപ്പെടുന്ന ദിവസം സെപ്റ്റംബർ 23 ആണ്. 16. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ ഏതെല്ലാം? മാർച്ച് 21, സെപ്റ്റംബർ 23. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളാണ് മാർച്ച് 21, സെപ്റ്റംബർ 23. 17. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് സഞ്ചരിച്ച് ഉത്തരായന രേഖയിൽ അഥവാ 23.5 ഡിഗ്രി നോർത്തിൽ എത്തുന്ന ദിനം? ജൂൺ 21. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് സഞ്ചരിച്ച് ഉത്തരായന രേഖയിൽ അഥവാ 23.5 ഡിഗ്രി നോർത്തിൽ എത്തുന്ന ദിവസം ജൂൺ 21 ആണ്. 18. ജൂൺ 21 അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരായനാന്തം. ജൂൺ 21 അറിയപ്പെടുന്ന പേരാണ് ഉത്തരായനാന്തം. 19.
ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും നീളമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും നീളമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ജൂൺ 21 ആണ്. 20. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും നീളമേറിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസം ഡിസംബർ 22. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും നീളമേറിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസം ഡിസംബർ 22 ആണ്. 21. സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് അഥവാ 23.5 ഡിഗ്രി സൗത്തിന് നേരെ മുകളിൽ വരുന്നത് എന്ന് ഡിസംബർ 22. സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേരെ മുകളിൽ വരുന്നത് എന്നാണ് ഡിസംബർ 22. ദക്ഷിണായന രേഖ പറയുന്നത് 23.5 ഡിഗ്രി ദക്ഷിണ ധ്രുവത്തിലാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസംബർ 22 അറിയപ്പെടുന്ന പേരെന്ത്? ദക്ഷിണായനാന്തം. ഡിസംബർ 22 അറിയപ്പെടുന്ന പേരാണ് ദക്ഷിണായനാന്തം. 23. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും നീളമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഡിസംബർ 22. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും നീളമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ഡിസംബർ 22. 24. ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയുള്ള സൂര്യൻ്റെ ഉത്തരാഭിമുഖ സഞ്ചാരത്തെ വിളിക്കുന്നത് ഉത്തരായനം. ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയുള്ള സൂര്യൻ്റെ ഉത്തരാഭിമുഖ സഞ്ചാരത്തെ വിളിക്കുന്നത് ഉത്തരായനം. 25. ജൂൺ 21 മുതൽ ഡിസംബർ 22 വരെയുള്ള സൂര്യൻ്റെ ദക്ഷിണാഭിമുഖ സഞ്ചാരത്തെ വിളിക്കുന്നത് ദക്ഷിണായനം. ജൂൺ 21 മുതൽ ഡിസംബർ 22 വരെയുള്ള സൂര്യൻ്റെ ദക്ഷിണാഭിമുഖ സഞ്ചാരത്തെ വിളിക്കുന്നത് ദക്ഷിണായനം. 26. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്നത് ഏത് ദിവസങ്ങൾക്കിടയിലാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്നത് ഏത് ദിവസങ്ങൾക്കിടയിലാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. 27. ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലം അഥവാ വേനൽ അനുഭവപ്പെടുന്നത് എപ്പോൾ? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ. ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലം അഥവാ വേനൽക്കാലം അനുഭവപ്പെടുന്നത് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ. 28. ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലം അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. 29. ഉത്തരാർദ്ധഗോളത്തിൽ ശിശിരകാലം അഥവാ തണുപ്പ് കാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ. ഉത്തരാർദ്ധഗോളത്തിൽ ശിശിരകാലം അഥവാ തണുപ്പ് കാലം അനുഭവപ്പെടുന്നത് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയാണ്. 30. മകരജ്യോതി കാണുന്നത് ഏത് അയനവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരായനം. മകരജ്യോതി കാണുന്നത് ഏത് അയനവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരായനം. 31. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും? ശരത്കാലം. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും? ശരത്കാലം. 32. ഉത്തരാർദ്ധഗോളത്തിൽ ശിശിരകാലമാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും? ഗ്രീഷ്മകാലം. ഉത്തരാർദ്ധഗോളത്തിൽ ശിശിരകാലമാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും? ഗ്രീഷ്മകാലം. 33. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. 34. ഉത്തരായന രേഖ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി നോർത്ത് അഥവാ 23.5 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ 23.5 ഡിഗ്രി നോർത്താണ്. ഈ 23.5 തന്നെയാണ് 23.5 ഡിഗ്രിയും. 35. ദക്ഷിണായന രേഖ എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി സൗത്ത് അഥവാ 23.5 ഡിഗ്രി സൗത്ത്. ഒന്നുകൂടി നോക്കാം. ദക്ഷിണായന രേഖ എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി സൗത്ത് അഥവാ 23.5 ഡിഗ്രി സൗത്ത്. 36. ആർട്ടിക് വൃത്തം എത്ര ഡിഗ്രി അക്ഷാംശ രേഖയാണ്? 66.5 ഡിഗ്രി നോർത്ത് അഥവാ 66.5 ഡിഗ്രി നോർത്ത്. ആർട്ടിക് വൃത്തം എത്ര ഡിഗ്രി അക്ഷാംശ രേഖയാണ്?
66.5 ഡിഗ്രി നോർത്താണ്. 37. അന്റാർട്ടിക് വൃത്തം എത്ര ഡിഗ്രി അക്ഷാംശ രേഖയാണ്? 66.5 ഡിഗ്രി സൗത്ത് അഥവാ 66 ഡിഗ്രി സൗത്ത്. അന്റാർട്ടിക് വൃത്തം എത്ര ഡിഗ്രി അക്ഷാംശ രേഖയാണ്? 66.5 ഡിഗ്രി സൗത്ത്. 38. ഉത്തരാർദ്ധഗോളത്തിൽ പകൽ സമയം 12 മണിക്കൂറിൽ കൂടുതൽ ലഭിക്കുന്നത് എപ്പോൾ? മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ. ഉത്തരാർദ്ധഗോളത്തിൽ പകൽ സമയം 12 മണിക്കൂറിൽ കൂടുതൽ ലഭിക്കുന്നത് എപ്പോഴാണ്? മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ. 39. ആർട്ടിക് വൃത്തം മുതൽ ഉത്തരധ്രുവം വരെ തുടർച്ചയായി 24 മണിക്കൂർ പകൽ അനുഭവപ്പെടുന്നത് എന്ന്? ജൂൺ 21. ആർട്ടിക് വൃത്തം മുതൽ ഉത്തരധ്രുവം വരെ തുടർച്ചയായി 24 മണിക്കൂർ പകൽ അനുഭവപ്പെടുന്നത് ജൂൺ 21. 40. അന്റാർട്ടിക് വൃത്തം മുതൽ ദക്ഷിണധ്രുവം വരെ 24 മണിക്കൂർ പകൽ അനുഭവപ്പെടുന്നത് എന്ന്? ഡിസംബർ 22. അന്റാർട്ടിക് വൃത്തം മുതൽ ദക്ഷിണധ്രുവം വരെ 24 മണിക്കൂർ പകൽ അനുഭവപ്പെടുന്നത് ഡിസംബർ 22. 41. അർദ്ധരാത്രിയിലെ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്? നോർവേ. അർദ്ധരാത്രിയിലെ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേയാണ്. 42. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത്. ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? ഭൂഭ്രമണം. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് ഭൂഭ്രമണം. 43. സമയം കണക്കാക്കാൻ അടിസ്ഥാനമാക്കുന്നത് ഏത് രേഖകളെയാണ്? രേഖാംശ രേഖകൾ. ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഏത് രേഖാംശ രേഖകളെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടി നോക്കാം. സമയം കണക്കാക്കാൻ അടിസ്ഥാനമാക്കുന്നത് രേഖാംശ രേഖകളെയാണ്. 44. രേഖാംശ രേഖകളുടെ ആകെ എണ്ണം എത്ര? 360. രേഖാംശ രേഖകളുടെ ആകെ എണ്ണം 360 ആണ്. 45. ഒരു പ്രാവശ്യം കറങ്ങാൻ, അതായത് 360 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം എത്ര? ആൻസർ 24 മണിക്കൂർ അഥവാ 1440 മിനിറ്റ് ആണ്. ഒന്നുകൂടി നോക്കാം. ഒരു പ്രാവശ്യം കറങ്ങാൻ, അതായത് 360 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. മിനിറ്റ് വെച്ച് കണക്കാക്കുകയാണെങ്കിൽ 1440 മിനിറ്റ്. 46. ഒരു ഡിഗ്രി രേഖാംശം കടന്നു പോകാൻ ഭൂമി എടുക്കുന്ന സമയം എത്ര? 4 മിനിറ്റ്. ഒരു ഡിഗ്രി രേഖാംശം കടന്നു പോകാൻ ഭൂമി എടുക്കുന്ന സമയമാണ് 4 മിനിറ്റ്. 47. 15 ഡിഗ്രി രേഖാംശം കടന്നു പോകാൻ ഭൂമി എടുക്കുന്ന സമയം എത്ര? 1 മണിക്കൂർ. 15 ഡിഗ്രി രേഖാംശം കടന്നു പോകാൻ ഭൂമി 1 മണിക്കൂർ സമയമെടുക്കുന്നു. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ പേരെന്ത്? ഗ്രീനിച്ച് രേഖ അഥവാ പ്രൈം മെറീഡിയൻ. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ പേരാണ് ഗ്രീനിച്ച് രേഖ അഥവാ പ്രൈം മെറീഡിയൻ. 49. ഗ്രീനിച്ച് രേഖ സമയത്തെ ആധാരമാക്കി ലോകമെമ്പാടും പൊതുവായി കണക്കാക്കുന്ന സമയം ഏതാണ്? ഗ്രീനിച്ച് മീൻ ടൈം അഥവാ GMT. ഗ്രീനിച്ച് രേഖ സമയത്തെ ആധാരമാക്കി ലോകമെമ്പാടും പൊതുവായി കണക്കാക്കുന്ന സമയമാണ് ഗ്രീനിച്ച് മീൻ ടൈം അഥവാ GMT. 50. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കോട്ടുള്ള പ്രദേശങ്ങളിൽ സമയം എന്ത് ചെയ്യണം? കൂട്ടണം. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കോട്ടുള്ള പ്രദേശങ്ങളിൽ സമയം കൂട്ടണം. 51. ഗ്രീനിച്ച് രേഖയ്ക്ക് പടിഞ്ഞാറോട്ടുള്ള പ്രദേശങ്ങളിൽ സമയം എന്ത് ചെയ്യണം? കുറക്കണം. ഗ്രീനിച്ച് രേഖയ്ക്ക് പടിഞ്ഞാറോട്ടുള്ള പ്രദേശങ്ങളിൽ സമയം കുറക്കണം. 52. ഒരു രാജ്യവും അതിൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒരു രേഖാംശത്തെ ആധാരമാക്കി സമയം കണക്കാക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം. ഓരോ രാജ്യവും അതിൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒരു രേഖാംശത്തെ ആധാരമാക്കി സമയം കണക്കാക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം. 53. ഇന്ത്യയുടെ മാനക രേഖാംശം അഥവാ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എത്രയാണ്? 82.5 ഡിഗ്രി കിഴക്ക് അഥവാ 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇന്ത്യയുടെ മാനക രേഖാംശം അഥവാ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എത്രയാണെന്ന് പറഞ്ഞത്? 82.5 ഡിഗ്രി കിഴക്ക് അഥവാ 82.5 ഡിഗ്രി ഈസ്റ്റ്. 54.
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഥവാ IST കണക്കാക്കുന്നത് ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്? ആൻസർ ഉത്തർപ്രദേശിലെ മിർസാപൂറിനെ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഥവാ IST കണക്കാക്കുന്നത് ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നഗരത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്. 55 IST ഗ്രീനിച്ച് സമയത്തേക്കാൾ GMT എത്ര സമയം മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. IST ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര സമയം മുന്നിലാണ് GMT സമയം? 5 മണിക്കൂർ 30 മിനിറ്റ്. 56 ലോകത്തെ എത്ര സമയമേഖലകളായാണ് തിരിച്ചിട്ടുള്ളത് അഥവാ ടൈം സോൺസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്? 24. ലോകത്തെ 24 സമയമേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 57 ഓരോ സമയമേഖലക്കും എത്ര ഡിഗ്രി വീതമുണ്ട്? 15 ഡിഗ്രി. ഓരോ സമയമേഖലക്കും 15 ഡിഗ്രി വീതമുണ്ട്. 58 ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഏതാണ്? ആൻസർ ഫ്രാൻസ്, 12 എണ്ണം. ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഫ്രാൻസാണ്, എണ്ണം 12. 59 180 ഡിഗ്രി രേഖാംശ രേഖയെ അറിയപ്പെടുന്ന പേരെന്ത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. 180 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. 60 അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ചു കടക്കുമ്പോൾ സഞ്ചാരികൾ മാറ്റം വരുത്തേണ്ടത് എന്തിനാണ്? തീയതിയും ദിവസവും. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ചു കടക്കുമ്പോൾ സഞ്ചാരികൾ തീയതിയിലും ദിവസത്തിലും മാറ്റം വരുത്തണം. 61 അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വളഞ്ഞു പുളഞ്ഞാണോ നേരെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? വളഞ്ഞു പുളഞ്ഞാണ് കരഭാഗങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വളഞ്ഞു പുളഞ്ഞാണോ നേരെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത്? കരഭാഗങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി വളഞ്ഞു പുളഞ്ഞാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 62 ദിനാങ്ക രേഖ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അഥവാ അമേരിക്കയിലേക്ക് മുറിച്ചു കടക്കുന്നവർ എന്ത് ചെയ്യണം? ഒരു ദിവസം കുറക്കണം. അതായത് ദിനാങ്ക രേഖ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അതായത് അമേരിക്കയിലേക്ക് മുറിച്ചു കടക്കുന്നവർ എന്തു ചെയ്യണം? ഒരു ദിവസം കുറക്കണം. 63 ദിനാങ്ക രേഖ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അതായത് ഏഷ്യയിലേക്ക് മുറിച്ചു കടക്കുന്നവർ എന്തു ചെയ്യണം? ഒരു ദിവസം കൂട്ടണം. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മുറിച്ചു കടക്കുന്നവർ ഒരു ദിവസം കൂട്ടണം. 64 ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന രാജ്യം? ഇംഗ്ലണ്ട് അഥവാ ലണ്ടനിലെ ഗ്രീനിച്ചിലൂടെയാണ് ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത്. ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. ലണ്ടനിലെ ഗ്രീനിച്ചിലൂടെയാണ് ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത്. 65 അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഏത് സമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പസഫിക് സമുദ്രം. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഏത് സമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പസഫിക് സമുദ്രത്തിലൂടെ. 66 ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിലുള്ള സമയ വ്യത്യാസം ഏകദേശം എത്രയാണ്? 2 മണിക്കൂർ. കൃത്യമായിട്ട് പറഞ്ഞാൽ 1 മണിക്കൂർ 56 മിനിറ്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിലുള്ള സമയ വ്യത്യാസം 2 മണിക്കൂറാണ്. കൃത്യമായി പറഞ്ഞാൽ 1 മണിക്കൂർ 56 മിനിറ്റ്. 67 ഗ്രീനിച്ച് സമയം ഉച്ചക്ക് 12 മണിയാകുമ്പോൾ IST എത്രയായിരിക്കും? വൈകുന്നേരം 5:30 PM. ഗ്രീനിച്ച് സമയം ഉച്ചക്ക് 12 മണിയാകുമ്പോൾ IST സമയം വൈകുന്നേരം 5:30 ആയിരിക്കും. 68 ഭൂമിയിൽ ഒരു നിശ്ചിത രേഖാംശ രേഖയിൽ സൂര്യൻ ഉച്ചകോടിയിൽ വരുന്ന സമയം ആ രേഖാംശ രേഖയിലെ എന്താണ്? ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയമാണ്. ഭൂമിയിൽ ഒരു നിശ്ചിത രേഖാംശ രേഖയിൽ സൂര്യൻ ഉച്ചകോടിയിൽ വരുന്ന സമയം ആ രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് അഥവാ ലോക്കൽ ടൈമാണ്. 69 ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ തണ്ടുമുനകളെ എന്തെന്ന് വിളിക്കുന്നു? ധ്രുവങ്ങൾ അഥവാ പോൾസ് എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ തണ്ടുമുനകളെ ധ്രുവങ്ങൾ അഥവാ പോൾസ് എന്ന് വിളിക്കുന്നു. 70 ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും തണുപ്പുള്ള ഋതു ഏതാണ്? ആൻസർ ശിശിരകാലം. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും തണുപ്പുള്ള ഋതു ശിശിരകാലമാണ്. 71 ഇലപ്പൊഴിയും കാലം എന്നറിയപ്പെടുന്ന ഋതു ഏതാണ്?
ശരത്കാലം. ഇലപ്പൊഴിയും കാലം എന്നറിയപ്പെടുന്ന ഋതു ശരത്കാലമാണ്. 72. ചെടികൾ തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്ന ഋതു ഏതാണ്? വസന്തകാലം. ചെടികൾ പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്ന ഋതു വസന്തകാലമാണ്. 73. സമ്മർ സോൾസ്റ്റിസ് സമയത്ത് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് എവിടെയാണ്? ഉത്തരായന രേഖ. സമ്മർ സോൾസ്റ്റിസ് സമയത്ത് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് ഉത്തരായന രേഖയിലാണ്. 74. വിൻ്റർ സോൾസ്റ്റിസ് സമയത്ത് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് എവിടെയാണ്? ദക്ഷിണായന രേഖ. വിൻ്റർ സോൾസ്റ്റിസ് സമയത്ത് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് ദക്ഷിണായന രേഖയിലാണ്. 75. അക്ഷാംശ രേഖകളുടെ ആകെ എണ്ണം എത്ര? 181. അക്ഷാംശ രേഖകളുടെ ആകെ എണ്ണം 181 ആണ്. 76. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? 0 ഡിഗ്രി ഭൂമധ്യരേഖ. ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്നത് 0 ഡിഗ്രി ഭൂമധ്യരേഖയാണ്. 77. സൂര്യൻ്റെ തെക്കോട്ടുള്ള ചലനം ആരംഭിക്കുന്ന ദിവസം? ജൂൺ 21. സൂര്യൻ്റെ തെക്കോട്ടുള്ള ചലനം ആരംഭിക്കുന്ന ദിവസം ജൂൺ 21 ആണ്. 78. സൂര്യൻ്റെ വടക്കോട്ടുള്ള ചലനം ആരംഭിക്കുന്ന ദിവസം? ഡിസംബർ 22. സൂര്യൻ്റെ വടക്കോട്ടുള്ള ചലനം ആരംഭിക്കുന്ന ദിവസം ഡിസംബർ 22 ആണ്. 79. ഒരു സ്ഥലത്തെ രേഖാംശം 30 ഡിഗ്രി ഈസ്റ്റ് ആണെങ്കിൽ അവിടുത്തെ സമയം GMTയേക്കാൾ എത്ര വ്യത്യാസപ്പെട്ടിരിക്കും? 2 മണിക്കൂർ മുന്നിലായിരിക്കും. ഒരു സ്ഥലത്തെ രേഖാംശം 30 ഡിഗ്രി ഈസ്റ്റ് ആണെങ്കിൽ അവിടുത്തെ സമയം GMTയേക്കാൾ 2 മണിക്കൂർ മുന്നിലായിരിക്കും. 80. ഗ്രീനിച്ച് രേഖയ്ക്ക് നേരെ വിപരീതമായി വരുന്ന രേഖാംശം ഏതാണ്? 180 ഡിഗ്രി രേഖാംശം. ഗ്രീനിച്ച് രേഖയ്ക്ക് നേരെ വിപരീതമായി വരുന്ന രേഖാംശം 180 ഡിഗ്രി രേഖാംശമാണ്. 81. ലീപ്പ് വർഷത്തിൽ ഫെബ്രുവരി മാസം എത്ര ദിവസമുണ്ടാകും? 29. ലീപ്പ് വർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമുണ്ടാകും. 82. പരിക്രമണ കാലയളവിലെ അധികമായി വരുന്ന 0.25 ദിവസം 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസമായി മാറുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ആൻസർ അതിവർഷം അഥവാ ലീപ്പ് ഇയർ. പരിക്രമണ കാലയളവിലെ അധികമായി വരുന്ന 0.25 ദിവസം അതായത് 1/4 ദിവസം 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസമായി മാറുന്നതിനെയാണ് അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന് നമ്മൾ പറയുന്നത്. 83. ഒരു സ്ഥലത്തെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ആൻസർ ഉച്ചകോടിയിൽ അതായത് തലയ്ക്ക് മുകളിലായിരിക്കും. ഒരു സ്ഥലത്തെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം തലയ്ക്ക് മുകളിൽ അഥവാ ഉച്ചകോടിയിൽ ആയിരിക്കും. 84. ഒരു രേഖാംശ രേഖയിലെ എല്ലാ സ്ഥലങ്ങളിലും സമയം ഒന്നായിരിക്കുമോ? ആൻസർ അതെ, പ്രാദേശിക സമയം ഒന്നായിരിക്കും. ഒരു രേഖാംശ രേഖയിലെ എല്ലാ സ്ഥലങ്ങളിലും സമയം ഒന്നായിരിക്കും അഥവാ പ്രാദേശിക സമയം ഒന്നായിരിക്കും. 85. ഇന്ത്യയിൽ ആദ്യമായി സൂര്യോദയം കാണുന്ന സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി സൂര്യോദയം കാണുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 86. ഇന്ത്യയിൽ അവസാനമായി സൂര്യാസ്തമയം കാണുന്ന സംസ്ഥാനം? ഗുജറാത്ത്. ഇന്ത്യയിൽ അവസാനമായി സൂര്യാസ്തമയം കാണുന്ന സംസ്ഥാനം ഗുജറാത്താണ്. 87. ഭാരതത്തിൻ്റെ മാനക രേഖാംശം കടന്നു പോകുന്ന ഉത്തർപ്രദേശിലെ സ്ഥലം? മിർസാപൂർ. ഭാരതത്തിൻ്റെ മാനക രേഖാംശം കടന്നു പോകുന്ന ഉത്തർപ്രദേശിലെ സ്ഥലം മിർസാപൂറാണ്. 88. ഒരു ഡിഗ്രി രേഖാംശങ്ങൾ തമ്മിലുള്ള ദൂരം ഭൂമധ്യരേഖയിൽ എത്രയാണ്? 111 കിലോമീറ്റർ. ഒരു ഡിഗ്രി രേഖാംശങ്ങൾ തമ്മിലുള്ള ദൂരം ഭൂമധ്യരേഖയിൽ 111 കിലോമീറ്ററാണ്. 89. ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും രേഖാംശ രേഖകൾ തമ്മിലുള്ള ദൂരം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും രേഖാംശ രേഖകൾ തമ്മിലുള്ള ദൂരം കുറയുന്നു. 90. ഏത് മാസത്തിലാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നത്? ജനുവരി മാസത്തിൽ അഥവാ പെരിഹീലിയൻ സമയത്ത്. ഒന്നുകൂടി നോക്കാം. പെരിഹീലിയൻ സമയത്ത് അഥവാ ജനുവരി മാസത്തിലാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നത്.
91. ഏത് മാസത്തിലാണ് ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ വരുന്നത്? ആൻസർ ജൂലൈ മാസം അഥവാ അഫീലിയൻ മാസത്തിൽ. അഫീലിയൻ അഥവാ ജൂലൈ മാസത്തിലാണ് ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ വരുന്നത്. 92. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസത്തെ എന്തെന്ന് വിളിക്കുന്നു? പെരിഹീലിയൻ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് പെരിഹീലിയൻ. ഇത് കഴിഞ്ഞ LD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. 93. ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ നിൽക്കുന്ന പ്രതിഭാസത്തെ എന്തെന്ന് വിളിക്കുന്നു? അഫീലിയൻ. ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ നിൽക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് അഫീലിയൻ. 94. പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന രേഖ ഏത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. 95. സൂര്യൻ്റെ ഉത്തരായന കാലത്ത് ഉത്തരധ്രുവത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ 6 മാസം പകലായിരിക്കും. സൂര്യൻ്റെ ഉത്തരായന കാലത്ത് ഉത്തരധ്രുവത്തിൽ 6 മാസം പകൽ കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. 96. സൂര്യൻ്റെ ദക്ഷിണായന കാലത്ത് ഉത്തരധ്രുവത്തിൽ അനുഭവപ്പെടുന്നത് 6 മാസം രാത്രി. സൂര്യൻ്റെ ദക്ഷിണായന കാലത്ത് ഉത്തരധ്രുവത്തിൽ 6 മാസം രാത്രിയാണ് അനുഭവപ്പെടുക. 97. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും വലിയ പകൽ ജൂൺ 21 ആണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ അന്ന് എന്തായിരിക്കും? ഏറ്റവും വലിയ രാത്രി. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും വലിയ പകൽ ജൂൺ 21 ആണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ അന്ന് ഏറ്റവും വലിയ രാത്രി ആയിരിക്കും. 98. ക്രിസ്മസ് കാലത്ത് വേനൽക്കാലം അനുഭവപ്പെടുന്ന രാജ്യത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓസ്ട്രേലിയ. ഒന്നുകൂടി നോക്കാം. ക്രിസ്മസ് കാലത്ത് വേനൽക്കാലം അനുഭവപ്പെടുന്ന ഒരു രാജ്യത്തിന് ഉദാഹരണമാണ് ഓസ്ട്രേലിയ. 99. അച്ചുതണ്ടിൻ്റെ ചെരിവ് ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഋതുഭേദങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അച്ചുതണ്ടിൻ്റെ ചെരിവ് ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. 100. ഭൂമി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് കറങ്ങിയിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുകയും കിഴക്ക് അസ്തമിക്കുകയും ചെയ്യുമായിരുന്നു. ഭൂമി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് കറങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുകയും കിഴക്ക് അസ്തമിക്കുകയും ചെയ്യുമായിരുന്നു. 101. ഗ്രീനിച്ച് രേഖയിൽ സമയം രാവിലെ 10 മണിയാണെങ്കിൽ 15 ഡിഗ്രി പടിഞ്ഞാറ് രേഖാംശത്തിലെ സമയം എത്ര? രാവിലെ 9 മണി. ഗ്രീനിച്ച് രേഖയിൽ സമയം രാവിലെ 10 മണിയാണെങ്കിൽ 15 ഡിഗ്രി പടിഞ്ഞാറ് രേഖാംശത്തിലെ സമയം അപ്പോൾ രാവിലെ 9 മണിയായിരിക്കും. 102. ഗ്രീനിച്ച് രേഖയിൽ സമയം രാത്രി 12 മണിയാണെങ്കിൽ 82.5 ഡിഗ്രി കിഴക്ക് സമയം എത്ര? പുലർച്ചെ 5:30 AM. ഗ്രീനിച്ച് രേഖയിൽ സമയം രാത്രി 12 മണിയാണെങ്കിൽ 82.5 ഡിഗ്രി കിഴക്ക് ആ സമയത്ത് സമയം എത്ര എന്ന് ചോദിച്ചാൽ പുലർച്ചെ 5:30 ആയിരിക്കും. 103-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രേഖാംശ രേഖകളെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്? മെറിഡിയനുകൾ. രേഖാംശ രേഖകളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മെറിഡിയനുകൾ. 104. അക്ഷാംശ രേഖകളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പാരലലുകൾ. അക്ഷാംശ രേഖകളെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് പാരലലുകൾ. 105. സന്ധ്യയും പുലരിയും ഉണ്ടാകാൻ കാരണം? ഭൂഭ്രമണം. സന്ധ്യയും പുലരിയും ഉണ്ടാകാൻ കാരണം ഭൂഭ്രമണമാണ്. 106. വായുവിൻ്റെ ചലനം, സമുദ്രജലപ്രവാഹം എന്നിവയെ സ്വാധീനിക്കുന്ന ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടാകുന്ന ബലം? ആൻസർ കോറിയോലിസ് ബലം. വായുവിൻ്റെ ചലനം, സമുദ്രജലപ്രവാഹം എന്നിവയെ സ്വാധീനിക്കുന്ന ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. 107. ഭൂമിക്ക് ഗോളാകൃതിയുള്ളതിനാൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്തെയും ഇരുട്ടുള്ള ഭാഗത്തെയും വേർതിരിക്കുന്ന രേഖ പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇല്ലുമിനേഷൻ.
ഭൂമിക്ക് ഗോളാകൃതിയുള്ളതിനാൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്തെയും ഇരുട്ടുള്ള ഭാഗത്തെയും വേർതിരിക്കുന്ന രേഖയാണ് പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇല്ലുമിനേഷൻ എന്നറിയപ്പെടുന്നത്. ഇതോടെ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും PSC ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റുകളോ എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.